ഹായ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 2026 നമ്മുടെ ഗോൾസ് എല്ലാം വിഷൻ ബോർഡ് വഴി എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്, യൂസിങ് പിൻട്രസ്റ്റ് ആൻഡ് ക്യാൻവ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇനി സെർച്ച് ഓപ്ഷനിൽ നമ്മുടെ ഗോളിനനുസരിച്ചുള്ള ഇമേജസ് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ബൈക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വൺ ഓഫ് ദ ഗോൾസ്. അപ്പോൾ ഐ വിൽ സെർച്ച് ലൈക്ക് വുമൺ ബൈക്ക് എസ്തെറ്റിക്. അപ്പോൾ നമുക്ക് കുറേ ഇമേജസ് വരും. ഇതിൽ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ചൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഇമേജസ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ഇമേജ് ആൻഡ് സേവ് ഇറ്റ് എ ഫോൾഡർ ഇൻ ലോക്കൽ. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഗോൾസിൻ്റെ എല്ലാ ഇമേജസും ഒരുമിച്ച് ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാൻ പോവുകയാണ്. ഡയറക്റ്റായിട്ട് പിൻട്രസ്റ്റ് ടു ക്യാൻവ പോസിബിൾ അല്ല. നമുക്ക് ഫയൽ നെയിം കൊടുക്കുക, ഫോൾഡർ നെയിമും സെലക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ സേവ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓരോ ഗോളിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാംനെസ് ആണെങ്കിൽ കാംനെസ് എസ്തെറ്റിക് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതിനെ സേവ് ആസ് കൊടുത്തിട്ട് സെയിം ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് പെയിനിൽ ടെംപ്ലേറ്റ്സ് ഓപ്ഷൻ ഉണ്ടാവും. ആ ടെംപ്ലേറ്റ്സിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യാം. വിഷൻ ബോർഡ് അല്ലെങ്കിൽ വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സ് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇത് ആക്ച്വലി നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 3-4 നമ്മുടെ ഫേവറേറ്റ്സിലോട്ട് ആഡ് ആവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ നോക്കിയിട്ട് അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ആക്ച്വലി ഞാൻ ഒരു 3-4 സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് എനിക്ക് ഉള്ളതിൽ ഭേദമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കും. അപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എഡിറ്റിംഗ് നമുക്ക് ഇതിൽ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് 2030 എന്നുള്ളത് മാറ്റി 2026 ആക്കാം. ഇമേജസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും. ഒന്ന് ഡിലീറ്റ് ഇമേജും ഡിലീറ്റ് ഫ്രെയിമും ആണ്. ഇതിൽ ഡിലീറ്റ് ഇമേജ് മാത്രം ചെയ്താൽ മതി. ഫ്രെയിം നമുക്ക് വേറെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ യൂസ് ആവും. ലെഫ്റ്റ് സൈഡിലുള്ള അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫോൾഡറിൽ നിന്ന് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുക. ഇമേജസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫ്രെയിമിൻ്റെ അടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഫ്രെയിംസിലോട്ട് ഇമേജസ് ഫിറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഫ്രെയിംസ് കൊണ്ടുള്ള യൂസ്. ഇങ്ങനെ നമ്മുടെ ഗോൾസിനനുസരിച്ച് ഓരോ ഇമേജസും ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വിഷൻ ബോർഡിൻ്റെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ മാറ്റാം. ഒരു ബ്രൗൺ കളറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ലൈറ്റ് കളർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, ബിക്കോസ് നമ്മൾ ടെക്സ്റ്റ് എല്ലാം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇറ്റാലിക്സും അതിൻ്റെ സ്റ്റൈലും ടൈപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ഓപ്ഷനിൽ പോയി ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കുന്നത് ഞാനിതൊരു വാൾപേപ്പർ ആക്കുന്നുള്ളത് കൊണ്ട് PNG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ സേവ് ചെയ്താൽ മതിയാകും. ഇത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ PDF ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏത് ഫോൾഡറിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോൾഡർ നെയിമും കൊടുക്കുക. ഫോൾഡർ നെയിം കൊടുത്തപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചത്, സിപ്പ് ഫോൾഡറായിട്ടാണ് സേവ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള സ്ലൈഡ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്ലൈഡ് മാത്രം മതി നമുക്ക്. അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷെയർ ഓപ്ഷനിൽ പോയി
JPEG അല്ലെങ്കിൽ PNG ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ സെയിം ഫോൾഡറിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്ത് ആ ഫോൾഡറിൽ പോയിട്ട് ആ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒരു ഫുൾ വേർഷൻ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വാൾപേപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്തു ഇതിന്. അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ആ ഒരു ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.